പുലി അവിടെ എന്താ പറയാ, ഇപ്പൊ നാട്ടിൽ ഉണക്കളിക്ക് പുലി ഇറങ്ങുന്ന മാതിരി പുലി ഇങ്ങനെ നടക്കുവാണ്. ഇവര് പറഞ്ഞു മൂപ്പൻ പറഞ്ഞു അവിടുത്തെ വിശേഷങ്ങൾ. കാരണം ഈ മൂപ്പൻ എങ്ങനെയാ മല കയറിയിട്ട് രാവിലെ പകലും കയറി ഇറങ്ങി നടക്കാൻ പറ്റും കമ്മ്യൂണിറ്റികളിൽ? ഇത്രയും പ്രായമുള്ള വയ്യാത്ത ഒരാളാണ്. അപ്പൊ അവരുടെ ആ കുടികളിലെല്ലാം ഓരോ വീട് കുടി എന്നൊന്നും പറയാൻ പറ്റില്ല, ഓരോ ഷെഡാണ്, പ്ലാസ്റ്റിക് ഷീറ്റിങ്ങിന് വലിച്ചു കിട്ടിയിട്ടുള്ള ഒരു ഷെഡാണ്. അതിനകത്താണ് ഇവര് കിടക്കുന്നത്. അതിനകത്ത് എത്ര ദിവസം കിടക്കാൻ പറ്റും, എങ്ങനെ കിടക്കാൻ പറ്റും? പിന്നെ ഇതിനൊക്കെയും തടസ്സം ഞങ്ങൾ വിചാരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സാമാന്യ ബോധത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മാരാങ്കോട് ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അത് റോഡ് തീർന്ന് മെയിൻ റോഡ് തന്നെയായിട്ടുള്ള ഒരു നല്ല കണ്ണായ പ്രദേശത്ത് ഒരു ഗ്രൗണ്ട് ഉണ്ട്, ആദിവാസികളുടെയാണ്. ആ ഗ്രൗണ്ടിൽ നമ്മളുടെ അനുവാദം ഇല്ലാതെ അതിനകത്ത് കൊണ്ടുവന്ന് ഇപ്പോഴത്തെ അവിടുത്തെ പഞ്ചായത്തും UDF കൂടെ കൂടിയിട്ട് ആ ഗ്രൗണ്ട് ഏറ്റെടുത്ത് അതിനകത്ത് വേറെ എന്തൊക്കെയോ പണിയാനും ഒക്കെയുള്ള പദ്ധതി ഇട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്കും നമ്മളത് എതിർത്തു. അപ്പൊ അത് നമ്മളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ആദിവാസികളുടെ കയ്യിലുള്ളത് മുഴുവൻ ഇങ്ങനെ മാറ്റി അവർ കൊണ്ടുപോകുക എന്നുള്ളതല്ലാണ്ട്, അപ്പൊ അതിനെ നമ്മൾ എതിർത്തു. അവിടെ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ സമരം ചെയ്തു. ആ പ്രതിഷേധത്തിന് പകരമായിട്ട് ചാലക്കുടി MLA എടുത്ത പണിയാണിത്. അല്ലെങ്കിൽ ഇതിപ്പോ ആരും ഇത്ര പ്രശ്നം ഉണ്ടാക്കാതെ ബ്ലോക്ക് വരില്ലല്ലോ. ഇത് ബ്ലോക്ക് ചെയ്ത് അങ്ങേരുടെ ഈ ഒരൊറ്റ ഉദ്ദേശമാണ്. അതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾക്ക് നമുക്ക് ഓരോരുത്തരുടെയും പടിവാദത്തിൽ ചെന്ന് ആരാണ് ഇതിന്റെ തടസ്സം അല്ലെ എവിടെയാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് നീക്കേണ്ടതല്ലത്. അത് ഞങ്ങളുടെ ചുമതലയാണ്. അവര് ഞങ്ങളെ ആരും ബന്ധപ്പെട്ടിട്ടില്ല. ഞങ്ങൾ MP യെ കാണാൻ എവിടെ പോകണമെന്ന് പറയും. MP ഇരിക്കുന്ന ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ച് പല കാര്യങ്ങളും ഞങ്ങളവിടെ ഇടപെട്ടു. MLA എന്നൊരു വ്യക്തി അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് വരണമല്ലോ ഇവിടെ. ഉരുൾപൊട്ടൽ ഭീഷണിയിലും വന്യജീവി ആക്രമണത്തിലും ദുരിതമനുഭവിക്കുന്ന മലക്കപ്പാറ വീരാൻകുടി ഉന്നതി നിവാസികൾക്ക് മാരാങ്കോട് അനുവദിക്കപ്പെട്ട സ്ഥലം നൽകാതെ കേന്ദ്ര നിയമത്തിന്റെ പേര് പറഞ്ഞ് ചാലക്കുടി DFO ദ്രോഹിക്കുന്നതായി പരാതി. 2018 പ്രളയത്തിലുണ്ടായ ഉരുൾപൊട്ടലിൽ വാസസ്ഥലം നഷ്ടപ്പെട്ട ഉന്നതി നിവാസികൾ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സർക്കാർ സംരക്ഷണത്തിൽ കഴിയുകയായിരുന്നു. 50 കുടുംബാംഗങ്ങൾക്ക് പിണറായി സർക്കാർ കോടശ്ശേരി പഞ്ചായത്തിലെ മാരാങ്കോട് ദേശത്ത് പകരം ഭൂമി പതിച്ചു നൽകുന്നതിന് നടപടി ആരംഭിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ഉന്നതി നിവാസികൾ കാടും പടലും വെട്ടിത്തെളിച്ച് ഭൂമിയൊരുക്കിയിരുന്നു. എന്നാൽ ചാലക്കുടി DFO തടസ്സവാദം ഉന്നയിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ വീരാങ്കുടി ഉന്നതിയിൽ ആന, പുലി തുടങ്ങിയ വന്യമൃഗശല്യം രൂക്ഷമാണ്. സൗരോർജ്ജ വേലി ചാടിക്കടന്ന് കുടിലിന്റെ പ്ലാസ്റ്റിക് ഷീറ്റുകൾ കീറിയെറിഞ്ഞ് പുലിയുടെ ആക്രമണം രൂക്ഷമാണ്. 4 വയസ്സായ കുട്ടിയെ കുടിലിൽ നിന്നും പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ച സംഭവം ഈയിടെയാണ് ഉണ്ടായത്. ജീവിക്കാൻ വേണ്ടി മാരാങ്കോട് മാറി താമസിക്കാൻ അനുവദിക്കാത്ത ചാലക്കുടി DFOയുടെ നടപടിയിൽ ഉന്നതിയിലുള്ളവർ പ്രതിഷേധിക്കുകയാണ്. ചാലക്കുടിയിലെ MLAയും MPയും ഈ പ്രശ്നത്തിൽ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് അവർ കുറ്റപ്പെടുത്തി. സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിൽ അനുവദിച്ച ഭൂമിയിൽ പ്രവേശിക്കാൻ നിർബന്ധിതരാകുന്ന സാഹചര്യമാണ് ഉള്ളതെന്ന് ചാലക്കുടിയിലെ മാധ്യമപ്രവർത്തകരുടെ പ്രഥമ കൂട്ടായ്മയായ പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ ആദിവാസി ക്ഷേമ സമിതി പ്രസിഡന്റ് MS വിജയലക്ഷ്മി, സെക്രട്ടറി MA കൃഷ്ണൻ, വീരാങ്കുടി ഉന്നതി മുപ്പൻ വീരൻകുമാർ, കാശിത്തൈ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്നത്തെ നമ്മുടെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഭൂമി കിട്ടാനുള്ള ഭൂമി അനുവദിച്ച് കിട്ടിയതാണ്. അനുവദിച്ച് കിട്ടി നമ്മൾ അതിനകത്ത് കയറി കാട് വെട്ടിത്തെളിച്ച് വീട് വയ്ക്കേണ്ട ഒരു സംവിധാനത്തിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഇങ്ങനെ DFO നമുക്കിപ്പോൾ അതിനെതിരായിട്ട് അനുവാദമില്ല, നമുക്ക് അതിനകത്ത് കയറാൻ പറ്റില്ല എന്നൊരു തടസ്സം ഉന്നയിച്ചത്. മലക്കപ്പാറ, വീരാങ്കുടി, അരേക്കാപ്പ് ഈ 2 ഊരുകളിലുള്ള ആളുകളാണ് ഇവര്. അവർക്ക് അവിടുന്ന് ഭൂമി കൊടുത്തത്, അവർക്ക് അവിടുത്തെ പകരം ആ ഭൂമി വിട്ടിട്ട് പകരം ഭൂമിയായിട്ടാണ് ഇവിടെ നമുക്ക് മാരാങ്കോട് കിട്ടിയിരിക്കുന്നത്, കശ്മീർ തന്നത്. അതിനകത്ത് കയറി ഇവര് എല്ലാവരും കയറി അവരവർക്കുള്ള സ്ഥലം അളന്ന് തിരിച്ച് കല്ലിട്ട് കൊടുത്തിട്ട് അതിൽ കാട് വെട്ടിച്ചു ഇവരൊക്കെ. അത്രയും വന്നു കഴിഞ്ഞ് ഇവർക്ക് വീട് വയ്ക്കാനുള്ള സൗകര്യത്തിനും എല്ലാം ബാക്കിയെല്ലാം ട്രൈബൽ ഡിപ്പാർട്ട്മെന്റും വീട് കൊടുക്കാനുള്ള പദ്ധതിയും ഒക്കെ ആയിട്ട് അവർ റെഡിയായി നിൽക്കുമ്പോഴത്തേക്കാണ് DFO ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതിനകത്ത് കയറാൻ അനുവാദമില്ല. അപ്പൊ അങ്ങനെ പ്രതിഷേധമായി നമ്മൾ അതിനെതിരെ DFOയ്ക്കെതിരെ സമരം ചെയ്തു. അപ്പോഴും അവർ ബാക്കി നടപടികളായിട്ട് അവർ മുന്നോട്ട് പോകുന്നില്ല. അവിടെ പുലിയുടെ പ്രശ്നങ്ങൾ കാരണം നമുക്ക് ഒരു ദിവസം പോലും കിടക്കാൻ പറ്റാത്ത കണ്ടീഷനാണ്. മലയാറ്റൂർ ഡിവിഷൻ വന്നിട്ട് അവിടുത്തെ DFO വന്ന് അവിടെ ഫെൻസിങ് ഇട്ട് കൊടുത്ത് നമ്മളിവരെ കമ്മ്യൂണിറ്റികളിലേക്ക് വിളിച്ചുകൊണ്ട് താമസിപ്പിച്ചപ്പോൾ അവരവിടെ നിന്ന് വന്നിട്ട് ഫെൻസിങ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പേര് വീണ്ടും ആ കുടികളിലേക്ക് പോയി താമസിക്കാനായിട്ട് പോയി. അപ്പോൾ വൈകുന്നേരം അവിടെ പോയിട്ട് അവിടുന്ന് വൈകുന്നേരം കയറി വരും, രാവിലെ പോകുക വൈകുന്നേരം കയറി വരും. അങ്ങനെയായിരുന്നു ഇവര്. ഫെൻസിങ് ഇട്ടതിന്റെ പേരിൽ അവിടെ 2 ദിവസം കിടന്നു. 3-ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് വീണ്ടും പുലിശല്യമായി. ഫെൻസിങ് ഇട്ടത് കൂടെ ഫെൻസിങ് ഒന്നും പുലിക്ക് പ്രശ്നമല്ല, ആനയെ കാട് ഒന്നും അല്ലല്ലോ. ആനയെ പോത്തൊക്കെ ആണെങ്കിൽ ശരിയാണ്. ഇത് കാട്ടുപോത്ത് വന്ന് ഇവരുടെ വീടിന്റെ മുകളിൽ മേഞ്ഞ് പോകുന്നു. അവര് പറയുന്ന അവരെ ഉപദ്രവിക്കില്ല, അത് തിന്നു പൊക്കോളെന്നാണ് പറയുന്നത്. അങ്ങനെയല്ലല്ലോ. ഫെൻസിങ് ഇട്ട് അത് ചാടിക്കിടക്കും പുലി. ഇത് ചിന്തിച്ചു കഴിഞ്ഞാൽ ബുദ്ധി അന്നം കഴിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും. ഇതല്ലേ നാളെ ഇപ്പൊ ഈ തീരുമാനങ്ങൾ അവർ സർക്കാർ തലത്തിലോ അല്ലെ DFO തലത്തിലോ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ആ ബ്ലോക്ക് നീക്കി അവർ നടപടി ഉണ്ടാക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. നമുക്ക് ഇതുവരെ അതിനെക്കുറിച്ച് റിപ്പോർട്ട് വന്നിട്ടില്ല. നിങ്ങൾക്ക് ഇതാ ഭൂമിയിൽ കയറാൻ അനുവാദം ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളത് കയറിന് ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നതിനെ തടസ്സമില്ല, നിങ്ങളത് ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങളത് ഇന്നതുപോലെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഇനി കയറാൻ പറ്റാത്തതിന് കാരണം എന്നതാണ്. നമുക്കിതൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് ഇനി അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. നമ്മൾക്കിപ്പോൾ വെട്ടിത്തെളിച്ചിട്ടിരിക്കുന്ന ഈ ഭൂമി നമുക്ക് അതിനകത്ത് താമസിക്കണം.